ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് ഷിംലയിലെ രാഷ്ട്രപതി നിവാസിൽ മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗിന് ശ്രീമതി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നാളെ ധരംശാല കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മറ്റന്നാൾ ഷിംലയിലെ ചരിത്രപ്രസിദ്ധമായ ഗെയ്റ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും ശ്രീമതി മുർമു സംബന്ധിക്കും. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർഹവേലിയിലും ദാമൻ ദിയുവിലുമാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. ഈ മാസം 13-ന് 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ എത്തിയ അന്താരാഷ്ട്ര പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 23 രാജ്യങ്ങളിൽ നിന്നുള്ള 75 അന്താരാഷ്ട്ര സന്ദർശകരോട് അദ്ദേഹം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദീകരിച്ചു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും അതത് മുന്നണികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് മന്ത്രി എം ബി രാജേഷ്. അധ്യയന വർഷാരംഭവും കാലവർഷവും മുന്നിൽ കണ്ട് അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ബോർഡുകൾ, ഹോർഡിങ്ങുകൾ എന്നിവ മെയ് 10-നുള്ളിൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇന്നും ദക്ഷിണേന്ത്യയിൽ നാളെ വരെയും ഉഷ്ണതരംഗം തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, റായൽസീമ, തെലങ്കാന, വിദർഭ എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും കർണാടകയുടെ ഉൾപ്രദേശങ്ങളിൽ ഈ മാസം 7 വരെയും ഉഷ്ണതരംഗം അനുഭവപ്പെടും. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഉയർന്ന ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി ചൂട് കൂടുമെന്നും അറിയിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിലും വിഴിഞ്ഞത്തും കൂടാതെ കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിലുമാണ് കടലാക്രമണം രൂക്ഷമായത്. തീരത്തെ വീടുകൾ ഭാഗികമായി തകരുകയും ചില വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് സമുദ്ര സ്ഥിതി പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. IPL-ൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 28 റൺ ജയം. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. 2ാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള കളി ലക്നൌവിൽ പുരോഗമിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ നടക്കും. വൈകിട്ട് 3:30-ന് ബംഗ്ലാദേശിലെ സിൽഹെഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സരങ്ങളിൽ ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി മേഖലയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കുന്നതിനും കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തി KSEB. ഫീഡറുകളിലെ ഓവർലോഡ്, സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം, വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അന്തരം തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് കൺട്രോൾ റൂം സംവിധാനം. തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ പുരസ്കാരം ലഭിച്ച കാന്തല്ലൂരിൽ കാന്തല്ലൂർ കനവിന് ചൊവ്വാഴ്ച തുടക്കമാകും. കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ഇടുക്കി ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേള കാന്തല്ലൂർ കനവ് നടക്കുക. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നു. ഈ മാസം 9-ന് വടകര ജില്ലാ ആശുപത്രി, താമരശ്ശേരി താലൂക്ക് ആശുപത്രി, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലും ക്യാമ്പുകൾ നടക്കും. മെഡിക്കൽ, ഡെന്റൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയായിരുന്നു പരീക്ഷ. ഇത്തവണ 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. രാജ്യത്തെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമായിട്ടാണ് പരീക്ഷ നടന്നത്.
അടുത്ത മാസം 14-ന് ഫലം പ്രഖ്യാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.